ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനസ് ടോക്സ്. ഞാൻ അനസ് യൂസഫ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് നമ്മുടെ സ്വന്തം ടീമായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ നിലവിലെ ISLന്റെ ചാമ്പ്യനായിട്ടുള്ള മോഹൻ ബഗാനും തമ്മിലുള്ള ഒരു കമ്പാരിസന്റെ ബേസിലാണ്. പെർഫോമൻസ് ബേസ് കമ്പാരിസൺ മാത്രമല്ല, നമ്മൾ ടീമിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ഫിനാൻഷ്യലി എത്രയാണ് ടീമുകൾ ഏൺ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു റൗണ്ടപ്പാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും വലിയ ആരാധക പിന്തുണയുള്ള ഒരു ക്ലബ്ബാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ഏഷ്യയിൽ വരെ അവരുടെ ഫാൻസ് കൊണ്ട് റെക്കഗ്നേഷൻ നേടിയിട്ടുള്ള ഒരു ക്ലബ്ബാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. സ്പോർട്ടിംഗ് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ 3 റണ്ണേഴ്സ് അപ്പ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ക്ലബിന്റെ ബിഗ് അച്ചീവ്മെന്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അതർ സൈഡിൽ മോഹൻ ബഗാൻ ആവട്ടെ 100 വർഷത്തെ ലെഗസി ഉള്ള ഒരു ക്ലബ്ബാണ്. റീസെന്റ് ആണ് ഇന്ത്യൻ സൂപ്പർ ലീഗിലോട്ട് മോഹൻ ബഗാൻ കടന്നു വരുന്നത്. വന്നതിന്റെ ശേഷവും മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇപ്പോൾ റീസെന്റ് കോൺസിക്യൂട്ടീവ് ആയിട്ട് 2 പ്രാവശ്യം ISLന്റെ ഷീൽഡ് വിൻ ചെയ്യാനും മോഹൻ ബഗാന് സാധിച്ചു. ടു ദ ഫിനാൻഷ്യൽ ആസ്പെക്ട്, കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരമാണ് നമ്മൾ ടീമിന്റെ ഫിനാൻഷ്യൽ ആസ്പെക്ട് സംസാരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക കൂട്ടായ്മയായിട്ടുള്ള മഞ്ഞപ്പടയും തമ്മിൽ നടത്തിയ ഒരു മീറ്റിംഗിന്റെ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി പുറത്തുവിട്ടിരുന്നു. അതിൽ ബ്ലാസ്റ്റേഴ്സിന്റെ CEO ആയിട്ടുള്ള അഭിക് ചാറ്റർജി പുറത്തുവിടുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്. പുതിയ ഓണേഴ്സ് ഏറ്റെടുത്തതിന്റെ ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് 350 crores അപ്രോക്സിമേറ്റ്ലി സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. സോ നമുക്ക് ഈ ഒരു സീസൺ മാറ്റി നിർത്തിയിട്ട് റിമൈനിങ് 10 സീസൺസ് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഓൺ ആൻ ആവറേജ് ഓഫ് 30 to 35 crores പെർ ഇയർ ടീം സ്പെൻഡ് ചെയ്തു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്പോർട്ടിംഗ് മെറിറ്റിൽ നമുക്ക് 3 പ്രാവശ്യം റണ്ണേഴ്സ് അപ്പ് നേടുക എന്നുള്ളതായിരുന്നു ടീമിന്റെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള കാര്യം. ഓൺ ആൻ ആവറേജ് 30 to 35 crores എല്ലാ വർഷവും കേരള ബ്ലാസ്റ്റേഴ്സ് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടിക്കറ്റ് വരുമാനം വരുന്നുണ്ട്. ആ ടിക്കറ്റ് വരുമാനം തന്നെ 60% എക്സ്പെൻസ് മീറ്റ് ചെയ്യാനേ എത്തുന്നുള്ളൂ ഓപ്പറേറ്റിംഗ് കോസ്റ്റിന്റെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളുടെ സ്റ്റേഡിയത്തിന്റെ റെന്റും അങ്ങനത്തെ ഓപ്പറേഷൻ കോസ്റ്റ്, സെക്യൂരിറ്റി ചാർജ്, ടാക്സ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. സോ ടിക്കറ്റിൽ നിന്ന് വരുന്ന വരുമാനവും ഭയങ്കരമായിട്ട് കവറപ്പ് ചെയ്യുന്നില്ല. എല്ലാ പ്രാവശ്യവും ഇൻവെസ്റ്റ്മെന്റിന്റെ ബാക്കി നഷ്ടത്തിലാണ് പോണത് എന്നുള്ളതാണ് പറയുന്നത്. സോ ലൈക്ക് 1/3 ഓഫ് ദം ഇറ്റ്സ് ഗോയിങ് ഫോർ ലോസ്, മീൻസ് 10 crores എൻ ഇയർ ടീം നഷ്ടത്തിലാണ് പൊക്കോണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഒഫീഷ്യലി കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തുവിടുന്ന ഡാറ്റയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതർ സൈഡിൽ നമ്മൾ സംസാരിക്കുന്ന ടീമാണ് മോഹൻ ബഗാനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ദേ ആർ ദ ഹയസ്റ്റ് സ്പെൻഡേഴ്സ് ഇൻ ഇന്ത്യൻ സൂപ്പർ ലീഗ്. സോ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു 30 to 35 crores ആണ് ഒരു സീസണിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹൈ സ്പെൻഡേഴ്സ് ആയിട്ടുള്ള മോഹൻ ബഗാനെ നമുക്ക് ഓൺ ആൻ ആവറേജ്, അവരുടെ ഒരു ഫോർമൽ ഡാറ്റ അവൈലബിൾ അല്ല, ബട്ട് സ്റ്റിൽ ഓൺ എ ബേസിക് ലോജിക് ആൻഡ് ദി ആർട്ടിക്കൽസ് വി റീഡ്, നമ്മളൊരു അറ്റ്ലീസ്റ്റ് ഒരു 20% ഇൻക്രീസ് ഒക്കെ കണക്കിലെടുത്തൊരു 40-45 crores നമുക്ക് അവരുടെ സ്പെൻഡിങ് ആയിട്ട് വാല്യുവേറ്റ് ചെയ്യാം. സോ 30-35 is കേരള ബ്ലാസ്റ്റേഴ്സ് സ്പെൻഡ്, ദെൻ മോഹൻ ബഗാൻ സ്പെൻഡ് ഫോർ എ സീസൺ വിൽ ബി 40 to 45 crores. സോ നമ്മളൊരു ഫുട്ബോൾ ബിസിനസ് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി ഇന്ത്യയിലെ ഫുട്ബോൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് 30-35 crore ഒരു സീസണിൽ സ്പെൻഡ് ചെയ്യുന്ന ടീമിന് തന്നെ 1/3, സോ അറ്റ്ലീസ്റ്റ് 10 crores ഒരു സീസണിൽ നഷ്ടമാണെങ്കിൽ ഇതേപോലെ 40-45 crores സ്പെൻഡ് ചെയ്യുന്ന മോഹൻ ബഗാന് എത്രമാത്രം നഷ്ടം ഉണ്ടാവും? ഇതാണ് നമ്മൾ ലോജിക്കലി ചിന്തിക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്നു, കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന മോഹൻ ബഗാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെക്കാട്ടിയും ലാഭകരമായിട്ടുള്ള രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന്. എന്തുകൊണ്ടായിരിക്കും? സോ ലെറ്റ്സ് മൂവ് ടു ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്. നമ്മളിപ്പോൾ സംസാരിച്ച പോലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു സീസണിലെ ഏവറേജ് സ്പെൻഡ് എന്ന് പറയുന്നത് 30 to 35 crores പെർ സീസൺ ആണ്. കേരള ബ്ലാസ്റ്റേഴ്സ് പോലെ ആരാധക പിന്തുണയുള്ള ഒരു ക്ലബ്ബ്, ടിക്കറ്റിൽ നല്ല വരുമാനം വരുന്ന ഒരു ക്ലബ്ബ്, മാത്രമല്ല ഇന്ത്യൻ സൂപ്പർ ലീഗിൽ സ്പോൺസർഷിപ്പിന്റെ ബേസിൽ ഏറ്റവും കൂടുതൽ റവന്യൂ ക്രിയേറ്റ് ചെയ്ത ഒരു ക്ലബ്ബും കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. എന്നിട്ട് പോലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ ഡാറ്റ പ്രകാരം 1/3 ഓഫ് ദെയർ സ്പെൻഡ് ഇസ് ഗോയിങ് ഫോർ ലോസ്. അതായത് 30 to 35 CR അവർ സ്പെൻഡ് ചെയ്യുമ്പോൾ അവർക്ക് അറ്റ്ലീസ്റ്റ് 10 crore അവരുടെ ആ സ്പെൻഡിലെ 10 crore നഷ്ടത്തിലാണ് ക്ലബ്ബ് ഒരു സീസണിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സിനാരിയോ നിൽക്കുന്ന സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏവറേജ് സ്പെൻഡിനെ കാട്ടി മേലെ സ്പെൻഡ് ചെയ്യുന്ന ഒരു എബോ ഏവറേജ് രീതിയിൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു ടീമാണ്. സോ കേരള ബ്ലാസ്റ്റേഴ്സിനെ കാട്ടിയും
എബോ സ്പെൻഡ് ചെയ്യുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിലെ തന്നെ ഹയസ്റ്റ് മണി സ്പെൻഡർ ആയിട്ടുള്ള മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് കേരള ബ്ലാസ്റ്റേഴ്സ് 30-35 crore സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് മോഹൻ ബഗാൻ സ്പെൻഡ് ചെയ്യുന്നത് ഫോർ എ കേസ് സ്റ്റഡി ലെറ്റ്സ് അസ്യൂം ഇറ്റ്സ് ബീൻ 40-45 CR. ഇത്രയും സ്പെൻഡ് ചെയ്യുന്ന മോഹൻ ബഗാൻ എങ്ങനെയാണ് വിത്ത് സ്റ്റാൻഡ് ചെയ്യുന്നത്? ഓൾറെഡി ഫുട്ബോൾ ബിസിനസ് ഇന്ത്യയിൽ ലോസിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്രയും അധികം ക്യാഷ് സ്പെൻഡ് ചെയ്തിട്ട് എത്ര നാള് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് ഇന്ത്യൻ സൂപ്പർ ലീഗ് പോലത്തെ ഒരു ലീഗിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കും? ഇനി ഇത്രയും സ്പെൻഡ് ചെയ്തുകൊണ്ട് അവർക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെ കാട്ടിയും നഷ്ടത്തിലാണോ ആ ക്ലബ്ബ് പോകുന്നത്? സോ ലെറ്റ്സ് മൂവ് ഇൻ. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഇന്ത്യയിലെ ഹയസ്റ്റ് സ്പെൻഡർ ആയിട്ടുള്ള ഒരു ടീമാണ്. ആ ഹയസ്റ്റ് സ്പെൻഡ് ചെയ്യുന്നതിനെ നമുക്കൊരു 40-45 crore ആയിട്ട് അസ്യൂം ചെയ്യാം. എന്നാൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിനെ കാട്ടി അറ്റ്ലീസ്റ്റ് ഒരു 5-10 crores കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന മോഹൻ ബഗാന് കേരള ബ്ലാസ്റ്റേഴ്സിനെ കാട്ടി കുറഞ്ഞ ലോസിലാണ് പൊക്കോണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കും. ബട്ട് യു ഷുഡ് ബിലീവ് ഇറ്റ്. കഴിഞ്ഞ സീസണിന്റെ ISL ലീഗ് വിന്നേഴ്സ് ആയതുകൊണ്ട് മോഹൻ ബഗാനിന് ISL നിന്ന് ലഭിക്കുന്ന ക്യാഷ് പ്രൈസ് 3.5 crores ആണ്. അതുപോലെ തന്നെ ISL കപ്പിൽ റണ്ണേഴ്സ് അപ്പ് ആയതുകൊണ്ട് ടീമിന് ലഭിക്കുന്ന ക്യാഷ് പ്രൈസ് അഗെയിൻ 3 crore ആണ്. സോ ടോട്ടലി 6.5 crores സ്പോർട്ടിംഗ് മെറിറ്റ് കൊണ്ട് തന്നെ ISL നിന്ന് തന്നെ മോഹൻ ബഗാനിന് ലഭിക്കുന്നു. അതുമാത്രമല്ല ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ലീഗ് ചാമ്പ്യൻസ് ആയതുകൊണ്ട് തന്നെ AFC സ്പോർട്ട് ഇന്ത്യക്ക് അവൈലബിൾ ആയിട്ടുള്ള AFC സ്പോർട്ടിൽ ഏറ്റവും ടോപ്പ് ലീഗിൽ കളിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി കിട്ടുന്നു. സോ AFC കോമ്പറ്റീഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മോഹൻ ബഗാന് പാർട്ടിസിപ്പേഷൻ ഫീ ആയിട്ട് AFCയുടെ ഭാഗത്തുനിന്ന് $300,000 ആണ് പാർട്ടിസിപ്പേഷൻ ഫീ ആയിട്ട് ഗ്രൂപ്പ് സ്റ്റേജിൽ ലഭിക്കുന്നത്. സോ അത് ഓൾമോസ്റ്റ് 2.6 crore ഇന്ത്യൻ റുപ്പീസ് വരും. സോ ഓൾറെഡി 9.1 crore സ്പോർട്ടിംഗ് മെറിറ്റ് കൊണ്ട് തന്നെ കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാന് സ്വന്തമാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഓരോ മാച്ചും നമ്മളുടെ ഗ്രൂപ്പ് സ്റ്റേജിൽ വിൻ ചെയ്യുമ്പോൾ ടീമിന് ലഭിക്കുന്നത് $50,000 ആണ്. സമനില ആവുകയാണെങ്കിൽ ടീമിന് $10,000 ലഭിക്കും. അതുപോലെ തന്നെ എവേ മാച്ചിന് വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ട്രാവലിൻ്റെ ഭാഗമായിട്ടുള്ള ട്രാവൽ സബ്സിഡി ആയിട്ടുള്ള $50,000 എവേ ടീമിന് ലഭിക്കുന്നതാണ്. സോ ഇങ്ങനെ ഒരുപാട് പ്രൈസ് പൂളുകളും മോഹൻ ബഗാനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ മോഹൻ ബഗാനെ അച്ചീവ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് സെക്യൂരിറ്റി ഇഷ്യൂസ് കാരണം AFCയുടെ മാച്ചസിൽ പകുതി വെച്ച് മോഹൻ ബഗാൻ പിന്മാറുകയുണ്ടായി. ബട്ട് ഈ വർഷവും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ കാട്ടിയും ഡബിൾ പോയിന്റ്സ് നേടിക്കൊണ്ടാണ് ഇപ്രാവശ്യം ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഷീൽഡ് വിന്നേഴ്സ് ആയിട്ട് മോഹൻ ബഗാൻ മാറിയിട്ടുള്ളത്. സോ ഓൾറെഡി 3.5 crores മോഹൻ ബഗാൻ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നടക്കുന്ന ISL കപ്പിൽ അവർക്ക് പെർഫോമൻസ് ഉണ്ടാക്കാനോ അവരുടെ ചാമ്പ്യൻ ആവുകയാണെങ്കിൽ അഗെയിൻ 6 crore ഇന്ത്യൻ റുപ്പീസാണ് അവരെ കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെ AFC സ്ലോട്ടിൽ കളിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി അഗെയിൻ 300,000 ഫോർ പാർട്ടിസിപ്പേഷൻ ഫീ. ഒരു മാച്ച് ജയിച്ചു കഴിഞ്ഞാൽ $50,000 ആണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ റൗണ്ട് ഓഫ് 16 ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 180,000 പാർട്ടിസിപ്പേഷൻ ഫീയും, ക്വാർട്ടർ ഫൈനലിലോട്ട് ക്വാളിഫൈ ചെയ്താൽ 160,000 പാർട്ടിസിപ്പേഷൻ ഫീയും, സെമി ഫൈനൽസിലോട്ട് ആകുമ്പോൾ 240,000 പാർട്ടിസിപ്പേഷൻ ഫീയും, ഫൈനൽസിൽ റണ്ണേഴ്സ് അപ്പ് വരികയാണെങ്കിൽ $250,000 പാർട്ടിസിപ്പേഷൻ ഫീയും, വിന്നേഴ്സ് ആവുകയാണെങ്കിൽ $10,00,000 പാർട്ടിസിപ്പേഷൻ ഫീയുമാണ് മോഹൻ ബഗാനെ കാത്തിരിക്കുന്നത്. സോ വലിയ പ്രൈസ് മണീസാണ് അവിടെ ഉണ്ടാകുന്നത്. ഓൾറെഡി തന്നെ ISL ഷീൽഡ് വിന്നേഴ്സും അതുപോലെ കപ്പ് വിന്നേഴ്സും അല്ലെങ്കിൽ റണ്ണേഴ്സ് അപ്പും ആയിട്ടുള്ളത് കൊണ്ട് തന്നെ കഴിഞ്ഞ സീസണിൽ ഓൾറെഡി AFCക്ക് അവർ ക്വാളിഫൈ ചെയ്ത് AFCയിലെ പാർട്ടിസിപ്പേഷൻ ഫീയും അടക്കം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുണ്ടായിരുന്ന ഡിഫറൻസ്, ബഡ്ജറ്റിൻ്റെ കേസിലുണ്ടായിരുന്ന ഡിഫറൻസ്, നമ്മൾ എടുത്ത കേസ് സ്റ്റഡി പ്രകാരം ഉണ്ടായിരുന്ന ഡിഫറൻസ് ഓൾറെഡി കവറപ്പ് ചെയ്തു. ഇതിൻ്റെ ആഡഡ് അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ AFC കോമ്പറ്റീഷനിൽ കളിക്കുന്ന ഇന്ത്യൻ ടീം ആയതുകൊണ്ട് റെഗുലറായിട്ട് അവർ ഈ ഒരു അച്ചീവ്മെൻറ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ഹൈ ക്വാളിറ്റി പ്ലെയേഴ്സിനെ കൺവിൻസ് ചെയ്ത് ടീമിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ AFCയുടെ ഹോം മാച്ചസ് കൊൽക്കത്തയിൽ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വെച്ച് അവർക്ക് ഹോസ്റ്റ് ചെയ്യാൻ സാധിക്കും. സോ അതിൻ്റെ ഹോം മാച്ചസിൻ്റെ വരുമാനം ക്ലബിന് സ്വന്തമാക്കാൻ സാധിക്കും. അതുപോലെ AFC പാർട്ടിസിപ്പേഷൻ ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ സ്പോൺസേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് ഇൻകം സോഴ്സസ് ആണ് ക്ലബിന് അവിടെ ഓപ്പൺ ആവുന്നത്. സോ ഒരു ആവറേജ് സ്പെൻഡിലോ അല്ലെങ്കിൽ ഒരു ലോ സ്പെൻഡിലോ നിൽക്കുന്ന ടീമിനെ കാട്ടിയും ഹൈ സ്പെൻഡായിട്ട് നിൽക്കുന്ന മോഹൻ ബഗാന് ഈസിലി
ബ്രേക്ക് ഈവൻ ആവാനും പ്രോഫിറ്റബിൾ ആവാനും ഉള്ള ചാൻസസ് വെരി ഹൈ ആണ്. നോർമലി നമ്മൾ പറയുന്ന പോലെ ക്യാഷ് വളരെ കുറവ് സ്പെൻഡ് ചെയ്ത് നമ്മളുടെ എക്സ്പെൻസ് കുറച്ച് വന്നാൽ നഷ്ടം നികത്താം എന്ന് പറയുന്ന ഒരു ലോജിക്ക് ഒരു സൈഡിൽ നിൽക്കുമ്പോഴും അതർ സൈഡിൽ മോസ്റ്റ് യു സ്പെൻഡ് ഇൻ എ മോർ എഫക്റ്റീവ് മാനർ യു ക്യാൻ ബ്രിങ് മോർ ഗ്ലോറി എന്നുള്ള രീതിയിലാണ് മോഹൻ ബഗാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ സ്പെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് റിട്ടേൺസും വരുന്നുണ്ട്. സോ ഒരു മിഡിൽ ലെവലിൽ നിൽക്കുന്ന ക്ലബ്ബുകൾ എപ്പോഴും ആ മിഡിൽ ലെവലിൽ കീപ്പ് ചെയ്യും. ഹൈ സ്പെൻഡ് ആയിട്ട് പോകുന്ന മോഹൻ ബഗാൻ പോലത്തെ ടീമുകൾ എപ്പോഴും ഗ്ലോറി ഐഡന്റിഫൈ ചെയ്യുകയും ഗ്ലോറി അവരുടെ ടീമിൽ കൊണ്ടുവരാൻ ശ്രമിക്കും. കം ടു എ കൺക്ലൂഷൻ, ഇത്രയും ഹൈ സ്പെൻഡ് ചെയ്യുന്ന മോഹൻ ബഗാനെ എവറേജ് ലെവലിലോ അല്ലെങ്കിൽ ബിലോ എവറേജോ സ്പെൻഡ് ചെയ്യുന്ന ടീമിനെക്കാട്ടിയും പ്രോഫിറ്റബിളിലോട്ട് എത്താനുള്ള ചാൻസസ് ഹൈ ആണ്. അവർക്ക് ഒരുപാട് ഇൻകം സോഴ്സസ് ഓപ്പൺ ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ഗ്ലോറിയുള്ള ക്ലബ്ബായിട്ട്, ഏറ്റവും റിസൾട്ട്സ് ഉള്ള ക്ലബ്ബായിട്ട് മാറാൻ മോഹൻ ബഗാന് സാധിക്കും. ഒരുപാട് ഹൈലി ടാലന്റഡ് അല്ലെങ്കിൽ ടോപ്പ് ക്വാളിറ്റി പ്ലെയേഴ്സിനെ ഈ ഒരു കാരണത്താൽ തന്നെ അവർക്ക് ടീമിൽ എത്തിക്കാനും അവർക്ക് എല്ലാ വർഷവും ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവും. മിഡ് ടേബിളിലും അതിൻ്റെ ഡൗണിൽ വരുന്ന ടീമുകൾ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുകയും പിന്നീട് അവർക്ക് സ്പോൺസർഷിപ്പിനെ കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടുകൾ വരികയും ചെയ്യുമ്പോൾ സ്ലോലി ഇറ്റ് വിൽ ഗോ ടു ദി ക്ലോസിംഗ് ഡൗൺ ഓഫ് ദ ക്ലബ്. നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതാണ് ക്ലബ്ബുകൾ ക്ലോസ് ഡൗൺ ചെയ്യുന്നത്. അതർ സൈഡിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് ആരാധക പിന്തുണയുള്ള ഒരു ക്ലബ്ബാണ്. പക്ഷേ കഴിഞ്ഞ 11 വർഷമായിട്ടും ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മാസ് ഓഡിയൻസിന് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു പെർഫോമൻസ് പുട്ടപ്പ് ചെയ്യാൻ ക്ലബിനെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഇതിൽ മെയിൻ കാര്യമായിട്ട് എടുത്ത് പറയുന്നത് മാനേജ്മെന്റിന്റെ തെറ്റായ നയങ്ങളാണ്. ഈ സീസണിൽ ഫാൻസ് പ്രൊട്ടസ്റ്റിലാണ് ക്ലബിന് അഗെയിൻസ്റ്റ്. ഇതെല്ലാം ക്ലബിനെ ഓൺ എ ലോങ് റൺ ബാധിക്കുന്നതാണ്. അടുത്ത സീസണിലൊക്കെ സ്പോൺസർഷിപ്പിനെ നോക്കുന്ന സമയത്ത് ഇതൊക്കെ അവർ അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യും. എത്രാമത്തെ സ്ഥാനത്താണ് ടീം ഫിനിഷ് ചെയ്യുന്നതും ടീമിന് കിട്ടുന്ന ഫോളോവേഴ്സും അവരിടുന്ന ഓരോ പോസ്റ്റിൻ്റെ അടിയിൽ വരുന്ന കമൻസ് എല്ലാം വളരെ കൃത്യമായി അനലൈസ് ചെയ്തിട്ടായിരിക്കും ഒരു വലിയ ടീം അവരുടെ ബ്രാൻഡ് എൻഡോസ് ചെയ്യാൻ വേണ്ടി ക്ലബിനെ ഏൽപ്പിക്കുക. സോ ഇതൊക്കെ അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ദേ ഷുഡ് വർക്ക് മോർ ആൻഡ് ദേ ഷുഡ് വർക്ക് മോർ എഫക്റ്റീവ്ലി ടു ബ്രിങ് ദ ക്ലബ് ഇൻ എ ടോപ്പ് ലെവൽ. നമുക്ക് കേരളത്തിനെ സംബന്ധിച്ചോളം ഒരുപാട് ഫുട്ബോൾ ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു. എല്ലാവരും ഒരു ലോങ് റണ്ണിൽ ഷട്ട് ഡൗൺ ചെയ്ത് പോയിട്ടുള്ള ചരിത്രമുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനീഷ്യലി അത് വലിയ ഒരു ത്രെട്ട് അല്ലെങ്കിലും ഭാവിയിൽ ത്രെട്ടായി വരാൻ സാധ്യതയുള്ള ഒരു ലീഗും കൂടിയാണ് കേരള സൂപ്പർ ലീഗ്. കേരള സൂപ്പർ ലീഗിൽ കഴിഞ്ഞ സീസണിൽ 6 ടീം കളിച്ചു. ഇനി വരുന്ന സീസണിൽ 6ന്റെ പകരം 8 ടീം കളിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കേൾക്കുന്നത്. അത് ഓൾറെഡി ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ സീസണുമായി ബേസ് ചെയ്തിട്ട് തന്നെയാണ് അവരുടെ സീസൺ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സീസൺ എൻഡിൽ ഇന്ത്യയിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ക്രിക്കറ്റിന്റെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് എന്ന് പറയുന്ന IPL ഇൻ ബിറ്റ്വീൻ വരുന്നുണ്ട്. സോ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അതർ സോഴ്സസ് ഓഫ് എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ അതർ സോഴ്സസ് ഓഫ് സ്പോർട്സ് അവൈലബിൾ ആണ്. ആ ഒരു സമയത്ത് ഒരു റിസൾട്ടും തരാതെ അവർക്ക് മെന്റൽ സ്ട്രെയിൻ കൊടുക്കുന്ന ക്ലബിന് വേണ്ടി എത്രമാത്രം ആരാധകർ പിന്തുണയായി മുന്നോട്ട് പോകും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. സോ കേരള ബ്ലാസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു മാർക്കറ്റ്, കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇമോഷണലി നല്ല രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഫാൻസിനൊക്കെ ഡൈവേഴ്സിഫൈയും ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ബാക്കി ക്ലബ്ബുകളെല്ലാം അവരുടെ രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ഡൗൺഫോൾ ആണ് എല്ലാ സിറ്റുവേഷനിലും നമുക്ക് കാണുന്നത്. സോ മോഹൻ ബഗാൻ പോലെ നല്ല രീതിയിൽ ഹൈ സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് അവരുടെ സ്പോർട്ടിംഗ് മെറിറ്റ്സ് ഉപയോഗിച്ച് ആ ഹൈ സ്പെൻഡ് ചെയ്ത മണി അവരുടെ ടേബിളിലോട്ട് മണി പ്രോഫിറ്റ് ആയിട്ട് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ദേ ആർ സ്പെൻഡിങ് ഇൻ മിഡിൽ ആൻഡ് ദേ കനോട്ട് ബ്രിങ് ബാക്ക് എനിത്തിങ് എന്നുള്ള ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ദേ ഷുഡ് റീവർക്ക് ആൻഡ് സേവ് ദ ക്ലബ്. സോ ഗൈസ്, മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം അനസ് യൂസഫ്.